നമ്മുടെ സന്തോഷ് ജോർജ് കുളങ്ങര പറഞ്ഞൊരു കാര്യം തെറ്റായ രീതിയിൽ വ്യാഖ്യാനിച്ചുകൊണ്ട് ചില വ്യക്തികൾ വീഡിയോ ഇട്ടിട്ടുണ്ട്. എന്താ മാറ്റർ എന്ന് നമുക്ക് നോക്കാം. ഈ ഭൂമിയിൽ ഒന്നും ചെയ്യാൻ കഴിവില്ലാത്ത ഒരു ദൈവത്തിന് അല്ലെങ്കിൽ ഒരു മതവിശ്വാസത്തിന് സ്വർഗത്തിൽ എന്ത് വാഴക്ക ചെയ്യാനാ പറ്റുന്നത്? ഓരോ രാജ്യത്തിന്റെയും വൈവിധ്യങ്ങളുടെ ചുറ്റുപാടുകളെയും അതുപോലെയുള്ള സംഗതികളെയും ഒക്കെ ക്യാമറയിൽ ഒപ്പിയെടുത്തുകൊണ്ടുവന്ന് കാണിക്കുന്നതൊക്കെ വാഴക്കയാണോ വെണ്ടയ്ക്കയാണോ? ഇത് വാഴക്കയാണോ വെണ്ടയ്ക്കയാണോ? ഇയാൾ എന്താ പറയുന്നത്? ഇത്ര വർഷമായിട്ട് യാത്ര ചെയ്യുന്ന വ്യക്തിയാണ്. ഇത് വാഴക്കയാണോ വെണ്ടയ്ക്കയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തനിക്കെന്തോടോ വയ്യേ മറ്റേ ലോനം ചോദിച്ചോലെ അതേ പറയാനുള്ളൂ. താങ്കൾ ഈ ആസ്വദിക്കുന്ന എത്ര ശതമാനം വിഭവങ്ങൾ താങ്കൾ ഉണ്ടാക്കിയതുണ്ട്? ശ്വാസോച്ഛ്വാസം ചെയ്യുന്ന ശ്വാസം ആരുണ്ടാക്കിയതാണ്? കുടിക്കുന്ന വെള്ളം ആരുണ്ടാക്കിയതാണ്? നടക്കുന്ന മണ്ണ് ആര് സൃഷ്ടിച്ചതാണ്? അതിനുള്ളിൽ കാണുന്ന പ്രകൃതിയുടെ ജൈവഘടനകൾ അത് ആര് സൃഷ്ടിച്ചതാണ്? താങ്കൾ ശ്വസിക്കുന്നത് വാഴയ്ക്കാണോ? അല്ലെങ്കിൽ കുളിക്കുന്നതും കുടിക്കുന്നതും വാഴക്കയിലാണോ? അങ്ങ് പടിഞ്ഞാറേ തീരത്തി എന്ന് നിന്ന് പടിഞ്ഞാറോട്ട് നോക്കുമ്പോൾ തിരയടിച്ച് പൊന്തി വരുന്നത് വാഴയ്ക്കാണോ? അല്ലെങ്കിൽ ഭൂമിയിൽ ഒന്നും ചെയ്യാൻ കഴിവില്ലാത്ത ഒരു ദൈവത്തിന് സ്വർഗത്തിൽ എന്ത് വാഴക്ക ചെയ്യാനാ പറ്റുന്നത്? താങ്കൾ പറയുന്നത് ഭൂമിയിൽ ഒന്നും ചെയ്യാത്ത ആ ദൈവത്തെ പറ്റിയാണ് താങ്കൾ പറയുന്നത്. ഞാൻ പറയട്ടെ, ഭൂമിയിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്ത ദൈവത്തെയാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. എന്നൊക്കെയാ പറയുന്നത്? അദ്ദേഹം ഒരു ഇന്റർവ്യൂവിൽ കൊടുത്ത കാര്യമാണ്. അദ്ദേഹം ഒരു ഇന്റർവ്യൂവിൽ കൊടുത്ത മറുപടിയാണ്. അദ്ദേഹത്തോട് ആങ്കർ ചോദിച്ചതിനുള്ള മറുപടിയാണ് അദ്ദേഹം പറയുന്നത്. സന്തോഷ് ജോർജ് കുളങ്ങര അത് വെട്ടിയെടുത്തിട്ട് അദ്ദേഹം പറഞ്ഞത് നമുക്ക് വ്യക്തമായിട്ട് അറിയാം. അതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ ഞാൻ കാണിക്കാം. ഇവരെ പർട്ടിക്കുലർ ക്ലിപ്പ് വെച്ചുകൊണ്ട് അദ്ദേഹത്തെ പോസ്റ്റ്മോർട്ടം ചെയ്യേണ്ടത്. നമ്മൾ പറയുന്ന കാര്യങ്ങൾക്കൊരു വ്യക്തത വേണം. അദ്ദേഹം പറഞ്ഞ കാര്യത്തെ വളച്ചൊടിച്ചിട്ട് എന്ത് നേടാൻ വേണ്ടിയാണ്? 10-25 വർഷമായിട്ട് ലോകം സഞ്ചരിക്കുന്നത്, 25 ഈ കൂടുതലായി കാണും സഞ്ചരിക്കുന്നൊരു മനുഷ്യൻ. അദ്ദേഹത്തിൻ്റെ അറിവും പാണ്ഡിത്യം വെച്ച് നോക്കുമ്പോൾ ഒന്നുമല്ല. ഇത്രയ്ക്കും യാത്ര ചെയ്ത മനുഷ്യൻ അദ്ദേഹത്തെ തരം താഴ്ത്തി പറയുമ്പോൾ അദ്ദേഹം ആരോടും ഒരു മതവും പറയാറില്ല. ഒരു പൊളിറ്റിക്കൽ പാർട്ടീനെയോ അല്ലെങ്കിൽ പൊളിറ്റിക്കൽ ലീഡറിനെയോ മതപുരോഹിതനെയോ ഒന്നും ആരെയും ഒരു മതത്തെ ഒന്നും അദ്ദേഹം പറയാറില്ല. അതുകൊണ്ട് ചോദിച്ചതിനുള്ള മറുപടി ഭൂമിക്ക് സ്വയം കറങ്ങിക്കൊണ്ടിരിക്കുന്നത് 1600 കിലോമീറ്റർ വേഗതയിലാണ് സ്വയം കറങ്ങിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ 1600 കിലോമീറ്റർ വേഗതയിൽ കറങ്ങുന്നത് കൊണ്ടാണ് നമുക്ക് 12 മണിക്കൂർ പകലും 12 മണിക്കൂർ രാത്രിയും നമുക്കുള്ളത്. ഇപ്പോൾ ഭൂമിയുടെ കറക്കം മണിക്കൂറിൽ 800 കിലോമീറ്റർ വേഗതയിലായിരുന്നുവെങ്കിൽ നമുക്ക് 24 മണിക്കൂർ പകലും 24 മണിക്കൂർ രാത്രിയും ആകുമായിരുന്നു. എന്തായിരിക്കും നമ്മുടെ അവസ്ഥ? നമ്മൾ എന്ന് പറയുന്ന മനുഷ്യനിക്ക് ഇവിടെ നിലനിൽക്കാൻ സാധിക്കില്ല എന്ന് നമുക്കറിയാം. ഭൂമി സൂര്യനെ വലയം വെച്ചുകൊണ്ടിരിക്കുന്നത് മണിക്കൂറിൽ 1,08,000 കിലോമീറ്റർ വേഗതയിലാണല്ലോ. ആ വേഗതയുടെ സ്പീഡ് അല്പം ഒന്ന് കൂടിക്കഴിഞ്ഞാൽ നമുക്കറിയാം നമ്മുടെ വർഷം 365 നിൽക്കില്ല, അതിന്റെ മുകളിൽ പോകും. അല്പം കുറഞ്ഞു കഴിഞ്ഞാലും വർഷം താന്നു വരും എന്ന് നമുക്കറിയാം. അത് നമ്മുടെ ഇവിടെയുള്ള ജീവനെ, ഇവിടെയുള്ള നമ്മുടെ അതിജീവനത്തെ ബാധിക്കും. നമുക്കൊന്നും ഇവിടെ പിന്നെ പിടിച്ചു നിൽക്കാൻ സാധിക്കില്ല എന്ന് നമുക്കറിയാം. അപ്പോൾ കൃത്യമായി കൊണ്ട് തന്നെ ആ സൃഷ്ടാവ് ഭൂമിയുടെ ആ വലയം വക്കിലുള്ള സ്പീഡിലും കൃത്യമായി ഇടപെട്ടിട്ടുണ്ട്. സൃഷ്ടാവ് ഭൂമിയിൽ ഇടപെട്ടത് കൊണ്ടാണ് നമുക്ക് ഇവിടെ ജീവിക്കാൻ സാധിക്കുന്നത്. എന്തിനാണ് സന്തോഷ് കുളങ്ങര സാറേ താങ്കൾ പലതും കണ്ടില്ല എന്ന് നടിക്കുന്നത്? എന്തിനാണ് താങ്കൾ ഒരു അന്ധനായി മാറുന്നത്? ഇതൊക്കെയാണ് പറയുന്നത്. ഇവിടെയുള്ള നാസ്തികരെ പോലെയുള്ള ഒരു കണ്ണുപൊട്ടനായിക്കൊണ്ട് എന്തിനാണ് താങ്കൾ മാറുന്നത്? താങ്കളൊന്ന് കണ്ണു തുറന്ന് കാണൂ. ഈ പ്രപഞ്ചത്തെ ഒന്ന് പ്രകൃതിയിലെ അനീതിയും ഈ പ്രകൃതിയിലെ അസത്യങ്ങളും ഒക്കെ മറ്റൊരിടപെടലും കൂടാതെ നീതിപൂർവ്വം വിചാരണ ചെയ്ത് ശിക്ഷിക്കേണ്ട എന്ന് വിചാരിക്കുന്നുണ്ടോ ഈ കുളങ്ങര അടക്കമുള്ളവർ? ഇപ്പൊ നമ്മൾ മാധ്യമങ്ങളിലൊക്കെ വാർത്ത കാണുന്നു, 25 അഴിമതിക്കാരായ നേതാക്കൾ ഭരണകക്ഷിയിൽ ചേർന്നപ്പോഴേക്കും അവരുടെ കേസുകളെല്ലാം എഴുതി തള്ളി, അവരെല്ലാം ആ കേസിൽ നിന്ന് മുക്തമായി. ഇതുപോലെ എത്രയോ മനുഷ്യരെ കൊന്ന ആളുകൾ നിരപരാധികളായി പുറത്തു വന്നിട്ടുണ്ടാവും. എത്രയോ നിരപരാധികൾ സ്വാഭാവികമായി മരണപ്പെട്ടതാണെന്ന് വിചാരിക്കുന്നവർ കൊല ചെയ്യപ്പെട്ടിട്ടുണ്ടാവും. അതെല്ലാം ഇവിടെ അങ്ങ് പൂർത്തിയായാൽ അഹങ്കാരിയും അധികാരവും സമ്പത്തുമുള്ളവനുമൊക്കെ സന്തോഷ് ജോർജ് കുളങ്ങരയുടെ വാക്കുകളിൽ പറഞ്ഞാൽ വലിയ ബഹുമിടുക്കന്മാരും നാളെ മറ്റൊരു ലോകത്ത് വെച്ച് ഇവരെ ഒന്നും ചെയ്യാതിരിക്കുന്നത് ഈ പറഞ്ഞതുപോലെ വെണ്ടയ്ക്ക ന്യായവുമായി കരുതുന്നത് എന്തർത്ഥമാണുള്ളത്? അപ്പം മറ്റൊരു ലോകത്ത് വെച്ച് വിചാരണ നടക്കണം, അവരെ ശിക്ഷിക്കണം. അതിലൊരിടപെടലും ഉണ്ടാകാൻ പാടില്ല, നീതി മാത്രമേ നടപ്പിലാകാൻ പാടുള്ളൂ. അങ്ങനെ ഒരു ലോകം മരണാനന്തരമില്ലെങ്കിൽ മരണം വരെയുള്ള ജീവിതത്തിന് പോലും യാതൊരു ധാർമ്മികതയും യുക്തിയും സത്യവും നീതിയും ഇല്ലെന്നുള്ളതാണ് ഒരു സത്യം. അങ്ങ് ഇത്രയേറെ ശക്തമായിട്ട് എതിർക്കാനുണ്ടാകുന്ന ഒരു കാരണം എന്താണ്? അല്ല, ഞാൻ അതിനൊന്നും എതിർക്കുന്നില്ലല്ലോ. എന്നോട് അഭിപ്രായം ചോദിച്ചപ്പോൾ അത് ശുദ്ധ മണ്ടത്തരാണെന്ന് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അതെനിക്കറിയാവുന്നതുകൊണ്ടാണ് പറഞ്ഞത്. നിങ്ങൾക്ക് അറിയാതെ ഒരു 50-100 കൊല്ലം മുമ്പ് പോലും ജീവിച്ചിരുന്ന മനുഷ്യർ യക്ഷി, പ്രേതം എന്തൊക്കെ വിശ്വാസങ്ങളായിരുന്നു. നമ്മുടെ ഗ്രാമങ്ങളിൽ എത്രയോ യക്ഷികളുണ്ടായിരുന്നു. ഇലക്ട്രിസിറ്റി വന്നതോടുകൂടി ആ യക്ഷിയെല്ലാം പോയില്ലേ? വെളിച്ചം വന്നതോടുകൂടി വെളിച്ചത്തിൽ വന്ന ഏതെങ്കിലും ലക്ഷ്യം നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അപ്പൊ ഇരുട്ടിൽ മാത്രം ഇത്തരം വിശ്വാസമുള്ളൂ. ഇരുട്ടെന്ന് പറഞ്ഞാൽ മനസ്സിന്റെ ഇരുട്ടുണ്ട്, കാലഘട്ടത്തിന്റെ ഇരുട്ടുണ്ട്. ഇരുണ്ട കാലഘട്ടങ്ങളുണ്ട് ലോക ചരിത്രത്തിൽ. ഇരുണ്ട കാലഘട്ടങ്ങളിൽ മനുഷ്യർക്ക് അത്രേ മൊത്തത്തിൽ വരുള്ളൂ. അവരുടെ അടുത്ത് ഒരു മരണത്തിന് കാരണം അല്ലെങ്കിൽ ഒരു വിജയത്തിന് കാരണം സൂപ്പർ പവർ ആണെന്ന് പറഞ്ഞാൽ വിശ്വസിക്കുന്ന അത്ര വിവരം അവർക്കുള്ളൂ.
ആ വിവരമുള്ള 1000 വർഷം മുമ്പ് ഭൂമി പരന്നതാണെന്നും ചന്ദ്രൻ എന്ന് പറയുന്നത് ഒരു അത്ഭുത പ്രതിഭാസമാണെന്നും കൊടുങ്കാറ്റും ഇടിമിന്നലും ഒക്കെ ദൈവമാണെന്നും ഒക്കെ വിശ്വസിച്ചിരുന്ന ഒരു കാലത്തെ മനുഷ്യൻ വിശ്വസിച്ചിരുന്ന സാധനം ഇന്നും ഈ കമ്പ്യൂട്ടർ യുഗത്തിലും ഇന്റർനെറ്റ് യുഗത്തിലും ബഹിരാകാശ യുഗത്തിലും നിങ്ങൾ വിശ്വസിക്കുന്നു എന്ന് പറയുന്നതിനേക്കാൾ വലിയ പൊട്ടത്തരം വേറെ എന്താ ഉള്ളത്? അത്രേ ഉള്ളൂ ഞാൻ പറയുന്നത്. ഇതിലല്ല ഞാൻ. നിങ്ങൾ ദൈവത്തിൽ വിശ്വസിച്ചോളൂ, ഈശ്വരനിൽ വിശ്വസിച്ചോളൂ. നിങ്ങൾ ഏത് മതത്തിന്റെ ദൈവമാണെങ്കിലും ആയിക്കോട്ടെ, അത് ഒരു ഏക ദൈവമോ അല്ലെങ്കിൽ എന്തും ആവട്ടെ, അന്ന് പറഞ്ഞത് തന്നെ ഇന്നും അനുഷ്ഠിക്കണമെന്നും ഞാൻ ചോദിക്കട്ടെ. സയൻസിൽ എല്ലാ കാര്യത്തിനും തെളിവുകൾ വെച്ചിട്ടാണ് സംസാരിക്കുന്നത് അല്ലെ? ഈ മതത്തിലെ ഏതെങ്കിലും ഒരു കാര്യത്തിന് എന്തെങ്കിലും തെളിവുണ്ട്? ഇപ്പോൾ ഉദാഹരണത്തിന് എല്ലാ മതങ്ങളിലും ഏറ്റവും ഭൂമിയിൽ എന്തെങ്കിലും ഇവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല, എല്ലാ സ്വർഗത്തിൽ ചെന്നിട്ടേ നിങ്ങൾക്ക് കിട്ടുള്ളൂ. ഇത് ചില രാഷ്ട്രീയ പാർട്ടികൾ പറയുന്ന പോലെ ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ ഉണ്ടാക്കി കളയുമെന്ന് പറയുന്ന പോലെ അല്ലേ? കേന്ദ്രത്തിൽ അധികാരത്തിൽ വന്നാൽ കേരളം ഭരിക്കുന്നവൻ ശരിയാക്കി, കേരളം ഭരിക്കുമ്പോൾ ശരിയാക്കി കാണിച്ചാൽ പോലെ. കേന്ദ്രത്തിൽ അധികാരത്തിൽ വന്നിട്ട് ഒന്നും കാണിക്കണ്ടല്ലോ, കേരളത്തിൽ ഇതൊക്കെ കാണിക്കാമായിരുന്നല്ലോ. ഈ ഭൂമിയിൽ ഒന്നും ചെയ്യാൻ കഴിവില്ലാത്തൊരു ദൈവത്തിന് അല്ലെങ്കിൽ ഒരു മതവിശ്വാസത്തിന് സ്വർഗത്തിൽ എന്ത് വഴക്കാ ചെയ്യാനാ പറ്റുന്നത്? അല്ല, പുള്ളി ചോദിച്ച വലിയൊരു ചോദ്യമല്ലേ. ഭൂമിയിൽ ഒന്നും ചെയ്യാൻ പറ്റാത്ത ദൈവത്തിന് അങ്ങ് മുകളിലോട്ട് ചെല്ലും, സ്വർഗമോ നരകമോ എവിടെയെങ്കിലും ആട്ടെ ചെല്ലുമ്പം അവരിനി എന്ത് ചെയ്യാൻ? ഒരു വലിയ ക്വസ്റ്റ്യനാണ്. അതിന് പുള്ളിയുടെ നേരെ ചായട്ട് കാര്യമില്ല. അത് വലിയൊരു ചോദ്യമാണ് പുള്ളി റേസ് ചെയ്യുന്നത്. എനിക്ക് പലപ്പോഴും എൻ്റെ ഒരു ബോധം വെച്ചതാണോ പോലും എനിക്ക് തോന്നിയിട്ടുള്ള ചില കാര്യങ്ങളാണ്. അത് അന്ന് നമുക്ക് പറയാൻ സോഷ്യൽ മീഡിയ ഒന്നുമില്ല, സോഷ്യൽ മീഡിയയുള്ള കാലഘട്ടമല്ല. ഇന്നിപ്പം സോഷ്യൽ മീഡിയ വന്നുകൊണ്ട് ഇതിനെക്കുറിച്ചൊക്കെ പ്രതികരിക്കുന്ന ആൾക്കാർ 90-കളിൽ എവിടെയാണ് സോഷ്യൽ മീഡിയ ഇരിക്കുന്നത്? നിങ്ങൾ ഇന്ന് തേണ്ടിത്തരം കാണിക്കുന്ന ഒരുത്തനെ ഇവിടെ ശിക്ഷിക്ക് കാണിച്ചതാ. ഈ തോന്നിയാസം കാണിക്കുന്നവനെ ദൈവം ഇവിടെ വെച്ച് തന്നെ ശിക്ഷിച്ച് കാണിച്ചു കൊടുക്കട്ടെ മനുഷ്യനെ. അപ്പൊ അവിടെ നിൽക്കില്ലേ ആ തോന്നിയാസങ്ങൾ? ഇല്ലേ? ഞാൻ ചോദിക്കട്ടെ, ഇവിടെ അധാർമിക പ്രവൃത്തി ചെയ്യുന്ന ഒരുവനെ ആദ്യത്തെ ആളെ തന്നെ ദൈവം ഇവിടെ വെച്ച് അങ്ങ് ശിക്ഷിച്ചാൽ ഈ ഭൂമിയിൽ അധാർമിക പ്രവൃത്തി തന്നെ അങ്ങ് നിൽക്കില്ലേ? ഇത്രയും പേരെ അധാർമിക പ്രവൃത്തി ചെയ്യിക്കുകയും ഇത്രയും പേരെ ദ്രോഹിക്കുകയും ചെയ്തിട്ട് പിന്നെ സ്വർഗത്തിൽ പോയിട്ട് ചെയ്യും എന്ന് വെച്ചുകൊണ്ടിരിക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ. പുള്ളി പറഞ്ഞ സത്യം തന്നെയല്ലേ? നമ്മളും ചിന്തിച്ചു നോക്കി. സത്യം നമ്മൾ ജസ്റ്റ് ഒന്ന് ചിന്തിച്ചാൽ നമുക്ക് മനസ്സിലാവുന്ന കാര്യമാണ്. അതിന് വലിയ വിദ്യാഭ്യാസമൊന്നും വേണ്ട. ഈ വിശ്വസിക്കുന്ന മതം, അത് ക്രിസ്ത്യാനി ആവട്ടെ, മുസ്ലിം ആവട്ടെ, ഹിന്ദു ആവട്ടെ, പാർസി ആവട്ടെ, ഈ ഓരോ രാജ്യത്തും ചെല്ലുമ്പോൾ അവിടുത്തെ പ്രാകൃത മതങ്ങൾ വരെ വിശ്വസിക്കുന്നത് എന്തായിരുന്നുള്ള കഥ ഞാൻ പറഞ്ഞിട്ടുള്ള ഒരാളാണ് ഞാൻ. എത്ര വിചിത്രവും നമ്മുടെ തന്നെ ഒന്ന് ആലോചിച്ച്, ഇന്ത്യയിൽ തന്നെ എത്രയോ സ്ഥലങ്ങളിൽ എന്തെല്ലാം വിചിത്രമായ വിശ്വാസങ്ങളാണ്. അതൊക്കെ നമ്മളിപ്പോൾ നമുക്ക് പരിഹാസമായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ നമ്മൾ ഇന്ന് വിശ്വസിക്കുന്ന നാളെ വരുന്നവരും പരിഹാസമാകുന്ന കാര്യം തന്നെയാണ്. അതേ ഞാൻ പറയുന്നുള്ളൂ. ഇത്രേ ഉള്ളൂ. ഇതാണ് അദ്ദേഹം പറഞ്ഞു വെച്ചത്. ഒരുപാട് ഗോത്ര മതങ്ങളൊക്കെ ഉള്ള നാടാണ് നമ്മുടെ ഇന്ത്യ. വിദേശ രാജ്യങ്ങളൊക്കെ പോലെ തന്നെ നമുക്കറിയാം, കുറച്ചൊക്കെ നമ്മൾ ആദിവാസികളിലൊക്കെ നമുക്ക് അതൊക്കെ പഴയ പുരാതന വിശ്വാസങ്ങളിൽ ഇപ്പോഴും നമ്മൾ അടിയുറച്ച് നിൽക്കുന്നുണ്ട്. അത് ഓരോരുത്തരുടെ ഇഷ്ടം, അതൊക്കെ അവരുടെ വ്യക്തിപരമായ കാര്യം. പക്ഷെ നമ്മൾ കാലം മുമ്പോട്ട് സഞ്ചരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്കത് മാറാൻ സാധിക്കുന്നില്ല. അതിപ്പോൾ ഓരോരുത്തരുടെ ചിന്താഗതി അനുസരിച്ചില്ല, ഇപ്പോൾ ഒന്നും പറയാൻ പറ്റില്ല. പക്ഷെ ഒരാളോട്ട് അടിച്ചേൽപ്പിക്കാൻ പറ്റില്ല. ഇപ്പം എനിക്കുണ്ടായ വിശ്വാസം എൻ്റെ പേരൻസിലൂടെ എനിക്ക് ലഭിച്ചതാണ്, അല്ലാതെ ഞാനായിട്ട് പോയി കളക്ട് ചെയ്തല്ലോ. എനിക്ക് ഇപ്പം സത്യം പറഞ്ഞാൽ മതം സെലക്ട് ചെയ്യാനുള്ള അവകാശം പ്രായപൂർത്തിയാകുമ്പോഴായിരിക്കണം. അതാണ് അതിൻ്റെ ശരിയായ രീതി. ഇപ്പോൾ നമ്മളൊരു കുട്ടി ഉണ്ടായി വരുമ്പോൾ നമ്മൾ ആ കുട്ടിയിലോട്ട് ബോധം വെച്ച് വരുമ്പം അതാത് മതക്കാർ അവരുടെ നൂലുകെട്ടെങ്കിൽ നൂലുകെട്ട്, മാമോദീസെങ്കിൽ മാമോദീസ, അല്ല മറ്റു മതക്കാരുടെ എനിക്കറിയത്തില്ല എന്നൊക്കെ ഉണ്ടല്ലോ, അതുപോലത്തെ ഉള്ള എന്തെല്ലാമൊക്കെ സാധനങ്ങൾ കാണുമല്ലോ, അതങ്ങ് വെക്കുക. ആ കുഞ്ഞറിയുന്നുണ്ട് ഇതൊക്കെ. കാരണം ഒരു കുട്ടി വളർന്ന് അവന് ബോധം വെക്കുന്നതിന് മുമ്പ് നമ്മളങ്ങ് അടിച്ചേൽപ്പിക്കുകയാണ്. പണ്ട് മുതലൊക്കെ അങ്ങ് ഫോളോ ചെയ്ത് പോവുകയാണത്. അപ്പം നമ്മുടെ അച്ഛനമ്മമാർ, അല്ല അവരുടെ മുമ്പുള്ള അച്ഛനമ്മമാർ, അപ്പൂപ്പനമ്മ അവരൊക്കെ ഫോളോ ചെയ്ത് അവരെ പറഞ്ഞ് മനസ്സിലാക്കിയിരിക്കുന്ന കാര്യങ്ങൾ അവർ നമ്മളിലോട്ട് നമ്മുടെ കുട്ടികളുണ്ടാവും, അവരിലോട്ട് നമ്മൾ ഇങ്ങനെ കൊടുത്ത് കൈമാറി അങ്ങ് പോവുകയാണ്. ദൈവത്തിന്റെ പല കാര്യങ്ങളും നമുക്ക് അറിയില്ലെന്നാണ് പറയുന്നത്. അത് നമുക്കൊന്നും അറിയത്തില്ലാത്തതുകൊണ്ടാണ് ഈ പറയുന്നത്. ഒരു 2 വയസ്സുകാരൻ കുഴൽക്കിണറിൽ വീണ് 48 മണിക്കൂർ നേരം ജീവന് വേണ്ടി യാചിച്ച് അവൻ ഒന്നും ചെയ്യാൻ പറ്റാതെ, അനങ്ങാൻ പറ്റാതെ ഒരു കുഴൽക്കിണറിനകത്ത് ശ്വാസം പോലും കിട്ടാതെ 2 മണിക്കൂർ കിടന്ന് ഇഞ്ചിഞ്ചായി മരിച്ചു പോകുന്നു. ദൈവം ആരെ ശിക്ഷിച്ചത്? അത് ഇവൻ എന്ത് തെറ്റ് ചെയ്തിട്ടാ? ഇങ്ങനെ ഒരെണ്ണം കണ്ടു നിൽക്കുന്ന ഒരാളെയാണോ നിങ്ങൾ പരമകാരുണികൻ എന്ന് വിളിക്കുന്നത്? ഒരു പോയിന്റ്, ഇങ്ങനെ കണ്ടു നിൽക്കുന്നതിനാണോ പരമകാരുണ്യം എന്ന് വിളിക്കുന്നത്? നമുക്കറിയാം വയനാട്ടിൽ ഈ എത്രയോ പേര് മരണപ്പെട്ട് വിവിധ മതസ്കരുണ്ട്. നമുക്കറിയാം ഹിന്ദുവുണ്ട്, മുസ്ലിമുണ്ട്, ക്രിസ്ത്യനുണ്ട്. ഇനി മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് ടൂറ് വന്ന ഇപ്പം സിക്കിമും പാഴ്സി വരെ പുറക്കാണ് ആ കൂട്ടത്തിൽ. വന്നു പോയ റെക്കോർഡ്സും നമ്മുടെ ഇല്ല. ഈ ഭൂമിക്കടിപ്പെട്ടു പോയാൽ അവർക്ക് ഒരു ജീവന് വേണ്ടി ഒരു ശ്വാസം എടുക്കാൻ കിടന്ന് പഠിച്ചിട്ടുണ്ട്. ഇപ്പോഴും നമുക്കറിയത്തില്ല അവരൊക്കെ എവിടെയെന്നുള്ള. തപ്പി നടക്കുന്നുണ്ട്. അവരുടെ ഉറ്റവർക്ക് മാത്രമേ എൻ്റെ വേദന അറിയുള്ളൂ. നമ്മുടെ വാർത്തയും കുറച്ചാണ് ആ വാർത്താക്കാരെ എൻ്റെ പുറകെ, പിന്നെ അവരങ്ങ് പോയി. ആ ദണ്ണം ഉണ്ടല്ലോ, അത് ഭയങ്കരമാണ്. അവിടെ അമ്പലങ്ങളുണ്ടായിരുന്നു, പള്ളികളും ഉണ്ടായിരുന്നു. എന്നിട്ട് ഒരു ദൈവവും
അവരെ സഹായിക്കാൻ വന്നില്ല. അപ്പം പറയും അവിടെ 1000 പേരുണ്ടായിരുന്നെങ്കിൽ നമ്മളൊരു കാര്യം പറയും, 500 പേര് മരിച്ചു. ദൈവാനുഗ്രഹം കൊണ്ട് 500 പേരെല്ലാം മരിച്ചല്ലോ. 500 പേര് മരിച്ചിട്ട് 500 പേര് രക്ഷപ്പെട്ടു ഒരു ദൈവാനുഗ്രഹം എന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? പിന്നെ നമുക്ക് വേറെ കാരണം, ഭാഗ്യം, ദൈവാനുഗ്രഹം കൊണ്ട് ഇത്രയല്ലേ സംഭവിച്ചുള്ളൂ. എന്ത് സംഭവിക്കും? ഇനിയിപ്പോൾ 12 പേരടങ്ങുന്ന ഒരു കുടുംബം, ആ കുടുംബത്തിലെ ഒരാൾ മാത്രമേ ഇരുന്നിട്ട് ബാക്കി 11 പേരും മരിച്ചു. ജോയിൻറ്റ് ഫാമിലിയാണ്. അവനെ കാണുമ്പോൾ നമ്മളൊന്ന് പറയാം, നിനക്ക് നല്ല ഭാഗ്യമുണ്ട്, ദൈവാനുഗ്രഹം കൊണ്ട് നീ രക്ഷപ്പെട്ടല്ലോ, ഇത്രയല്ലേ സംഭവിച്ചുള്ളൂ. എന്താണ് നമ്മൾ പറയാൻ പോകുന്നതിനോട്? ആലോചിച്ച് നോക്കി. ഈ പറയുന്ന ദൈവങ്ങൾ ആരും നമ്മൾ ഹോസ്പിറ്റലൈസേഷൻ വന്ന് ബ്ലഡ് കൊടുക്കേണ്ട വരുമ്പോൾ നമ്മൾ ആ സമയം നമ്മൾ ഭയങ്കര മതം പറയുന്ന ആൾക്കാരാണ്. നമ്മൾ ഇന്ന മതം, എൻ്റെ മതം ഇതാണ്, എൻ്റെ മതം മറ്റവൻ്റെ മതം, അവൻ പറയാം എൻ്റെ മതം ഇതിലും വലുതാണ്, വേറെ അർത്ഥം പറയാം നിങ്ങൾ 2 പേരുടെ മതത്തെക്കാളും വലിയ മതമാണ് എൻ്റെ മതം. അപ്പം ഏറ്റവും വലിയ കോമഡി, ഈ ബ്ലഡ് കൊണ്ടു കൊടുക്കുമ്പം ഏത് മതക്കാരൻ്റെ അന്ന് ബ്ലഡ് നോക്കിയിട്ടല്ല ബ്ലഡ് അകത്തോട്ട് കയറ്റുന്നത്. ആ സമയത്ത് ഈ പറയുന്ന മതമില്ല. അതിൻ്റെ ഏറ്റവും വലിയ കോമഡി. അതുപോലെ തന്നെ അവയവദാനം കഴിയുമ്പോൾ ഏത് മതസ്ഥനാണെന്ന് നോക്കിയിട്ടല്ല അവയവദാനം ചെയ്യുന്നത്. പക്ഷെ ഒരു 2 പേര് തമ്മിൽ പ്രണയിച്ച് കഴിയുമ്പോൾ അവിടെ വിവാഹത്തിലോട്ട് വരുമ്പം ഈ പറയുന്ന അവനെ വെട്ടിക്കൊല്ലാൻ അവളെ വെട്ടിക്കൊല്ലാനൊക്കെ പുറക്കും. അപ്പം ഈ ആ സമയത്ത് മതമുണ്ട്. ചില പ്രത്യേക സന്ദർഭങ്ങളിലാണ് മതം വരുന്നത്. നമ്മുടെ നാട്ടിൽ നമുക്കറിയാം ഓരോ മതത്തിനൊരു നടനുണ്ട്, ആ നടനൊരു രാഷ്ട്രീയമുണ്ട്, ആ രാഷ്ട്രീയത്തിനൊരു ആ രീതികൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ നമ്മുടെ ഏറ്റവും കൂടുതൽ നമ്മുടെ നാട്ടിൽ പലരും ജീവിക്കുന്ന അണികൾ, ഭക്തർ, ആരാധകർ. ഈ ആരാധകർ എന്ന് പറഞ്ഞാൽ മതത്തിൻ്റെ നടൻ്റെ ആരാധകനാണ്. ആ നടൻ തന്നെ രാഷ്ട്രീയത്തോട്ട് വരുമ്പം അവൻ അണിയാവും. അതിൽ നിന്ന് അവൻ ദൈവമായി മാറുവാണെ ഭക്തനാവും. ആ നടൻ ദൈവമാവും ഭക്തനാവും. ആലോചിക്കുക, ഈ 3 വിഭാഗത്തിന് വേണ്ടി ഇവർ ഓടിയാണ് ജീവിക്കുന്നവർ. തൊഴിലില്ലായ്മ എന്നുള്ളത് നാടായതുകൊണ്ട് മതം വർക്കൗട്ടാവും, ഈ പറയുന്ന രാഷ്ട്രീയം വർക്കൗട്ടാവും, സിനിമയിൽ നിൽക്കുന്ന ഈ പരിപാടിയും വർക്കൗട്ടാവും. ഒറ്റ കാരണം നിങ്ങൾ തന്നെ ശ്രദ്ധിച്ചാലോചിച്ചു. ആരാധകർ, സിനിമ നടനെ ആരാധിക്കുക, ഭക്തർ, അണികൾ, ഭക്തர்கள் എന്നൊക്കെ പറയാൻ മതത്തെ ആദരിക്കുന്നത്, അണികൾ, രാഷ്ട്രീയം. ഈ 3 വിഭാഗം ജനങ്ങളാരാ? ഇവർ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഭക്തനായിട്ട് പോയി, അണിയായിട്ട് പോയി, പ്രവർത്തകനായിട്ട് പോകുന്നൊക്കെ, ആരാധകനായിട്ട് പോകുന്നൊക്കെ ഒരേ ആൾക്കാർ തന്നെയാണ്. അവരിങ്ങനെ ഒരു സർക്കിളിലൊരു ജീവിക്കുകയാണ്. അവർക്ക് അതിൻ്റെ അതിൽ നിന്നൊരു മോചനമില്ല. അവർ ചുറ്റിപ്പറ്റിയാണ്. അവർക്ക് കിട്ടുന്ന തുച്ഛമായ ഒരു ലാഭം, അതിനു വേണ്ടിയാണ് അവർ നിൽക്കുന്നത്. എന്താ നടത്തില്ല. ഇത് മനസ്സിലാക്കി യുവജനമാണ് നാട് വിട്ടു പോകുന്നത്. ഇവിടുത്തെ ഈ ഭ്രാന്ത് കണ്ടിട്ട് യുവാക്കൾ നാട് വിട്ടു പോകുന്നത്. അവർ നോക്കുന്നത് ഇങ്ങനൊരു അവസ്ഥ നിലനിന്നു കഴിഞ്ഞാൽ താനൊന്നും ആകത്തില്ല. എന്നാൽ താൻ അണിയാവും, അല്ലെ ഭക്തനാവും, അല്ലെ ആരാധകനാവും. അതിനവന് താല്പര്യമില്ല, അല്ല അവർക്ക് താല്പര്യമില്ല. അവർ നാട് വിട്ട് രക്ഷപ്പെടുവാണ്. കുറ്റം പറഞ്ഞിട്ട് കാര്യമുണ്ടോ? അപ്പോൾ നമ്മൾ പറയും നാട്ടിൽ നിൽക്കാൻ കഴിവില്ലാത്തതുകൊണ്ടാണ് പോകുന്നുള്ളത്. ഈ നാട്ടിൽ അപ്പം നാട്ടിൽ നിന്ന് ഈ ഓടിക്കൊണ്ടിരിക്കുന്ന യുവാക്കൾ മുഴുവൻ കഴിവില്ലാത്തതുകൊണ്ടാണോ? ഈ കഴിവുകളാണ് അവിടെ നിൽക്കുന്നത്. നിങ്ങൾ ചിന്തിച്ചു നോക്കി. കഴിവുകളല്ല, അവരുടെ ഗതികേട് കൊണ്ടാണ് അവിടെ നിൽക്കുന്നവരാണ്. ആ ഗതികേടിനെയും ചൂഷണം ചെയ്യുന്നവരാണ് ഈ മതം പറയുന്നവരും, ഈ രാഷ്ട്രീയം പറയുന്നവരും, ഈ സിനിമ ആരാധകരും. ആലോചിച്ച് നോക്കുക. ഭയങ്കര ഒരു ക്രിട്ടിക്കൽ സിറ്റുവേഷൻ കൂടെ കൊണ്ടുപോകുന്നത്. എന്തിനാണ് ഇങ്ങനെ മതത്തെ കടിച്ചു നോങ്ങി? എന്തിനാണ് ഇങ്ങനെ രാഷ്ട്രീയത്തെ കടിച്ചു നോങ്ങി? മതം, ആരാധകർ, ഭക്തർ, അണികൾ, ഇത് 3 കൂടി ഇങ്ങനെ ഒറ്റ കെട്ടിൽ കടിച്ചു നിൽക്കുവാണ്. ഒരു മതത്തിൽ നടനുണ്ട്, ആ നടനൊരു രാഷ്ട്രീയമുണ്ട്. സത്യമല്ലേ? നിങ്ങൾ ചിന്തിച്ച് നോക്കും. നിങ്ങളുടെ കോമൺ സെൻസ് അപ്ലൈ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. അഹങ്കാരിയും അധികാരവും സമ്പത്തുമുള്ളവനുമൊക്കെ സന്തോഷ് ജോർജ് കുളങ്ങരയുടെ വാക്കുകളിൽ പറഞ്ഞാൽ വലിയ ബഹുമിടുക്കന്മാരും നാളെ മറ്റൊരു ലോകത്ത് വെച്ച് ഇവരെ ഒന്നും ചെയ്യാതിരിക്കുന്നത് ഈ പറഞ്ഞതുപോലെ വെണ്ടയ്ക്ക ന്യായവുമായി കരുതുന്നത് എന്തർത്ഥമാണുള്ളത്? അപ്പം മറ്റൊരു ലോകത്ത് വെച്ച് വിചാരണ നടക്കണം, അവരെ ശിക്ഷിക്കണം. അതിലൊരിടപെടലും ഉണ്ടാകാൻ പാടില്ല, നീതി മാത്രമേ നടപ്പിലാകാൻ പാടുള്ളൂ. അങ്ങനെ ഒരു ലോകം മരണാനന്തരമില്ലെങ്കിൽ മരണം വരെയുള്ള ജീവിതത്തിന് പോലും യാതൊരു ധാർമ്മികതയും യുക്തിയും സത്യവും നീതിയും ഇല്ലെന്നുള്ളതാണ് ഒരു സത്യം. ഒന്നാമത്തെ കാര്യം അൺസർട്ടനിറ്റിയാണ് ഈ വിശ്വാസത്തിന്റെ കാരണം, അല്ലേ? നാളെ എന്ത് നടക്കും നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന കാര്യം, ഇപ്പൊ ബഹിരാകാശ ശാസ്ത്രജ്ഞന്മാർ പോലും വിടുന്ന റോക്കറ്റിലെ എല്ലാ ഭാഗവും കൃത്യമായിട്ട് പ്രവർത്തിക്കുന്ന അവർക്കൊരു ഉറപ്പില്ല. കാരണം ഒന്ന് പ്രവർത്തിച്ച് അടുത്തതിലേക്ക് കണക്ട് ചെയ്ത് ഇത് പോയി അവിടുന്ന് സർക്യൂട്ട് കറക്റ്റായി ഇങ്ങനെ പോകണം ഇത് പ്രവർത്തിക്കണമെങ്കിൽ. അപ്പൊ ഇത് മനുഷ്യന്റെ എത്ര ബുദ്ധി ഉപയോഗിച്ചാലും പാളിപ്പോകാം, അല്ലേ? അപ്പൊ അവിടെ ഇവർ പിന്നെ ഇവർക്ക് ചെയ്യാൻ പറ്റുന്ന ഒന്നേ ഉള്ളൂ, എന്താ? പ്രാർത്ഥിക്കുക. അതിനെതിരല്ല ഞാനും, അതാ ഞാനീ പറഞ്ഞത്. നിങ്ങൾ പ്രാർത്ഥിച്ചോളൂ. നിങ്ങളുടെ മതം പഠിപ്പിച്ച മണ്ടത്തരങ്ങൾ മറ്റുള്ള പേരെ അടിച്ചേൽപ്പിക്കരുത്. ആ മണ്ടത്തരമാണ് ലോകം മുഴുവൻ വിശ്വസിക്കേണ്ടതെന്ന് പറയാതിരുന്നാൽ മാത്രം മതി.
അത് ചിന്തിക്കാത്തവരും അത് വിശ്വസിക്കാത്തവരും എല്ലാം വിഡ്ഢികളാണെന്നും പൊട്ടന്മാരാണെന്നും അവരെല്ലാം കൊല്ലപ്പെടേണ്ടവരാണെന്നും ചിന്തിക്കാതിരുന്നാൽ മതി. അല്ലെങ്കിൽ അങ്ങനെ വിശ്വസിക്കുന്നവരെ മുഴുവൻ കൺവേർട്ട് ചെയ്യേണ്ടവരാണെന്ന് നമ്മൾ വിശ്വസിക്കാതിരുന്നാൽ മതി. നമ്മളിത് മാത്രമാണ് ശരി എന്ന് പറയാതിരുന്നാൽ മതി. മണ്ടത്തരം എല്ലാവരുടെയും ഈക്വലി മണ്ടത്തരം തന്നെയാണ്. എൻ്റേത് കൂടുതൽ മെച്ചപ്പെട്ട മണ്ടത്തരമാണോ എന്നുള്ളത് മാത്രമുള്ള ചോദ്യം. എനിക്ക് തോന്നുന്നു ഇതായിരിക്കും പ്രശ്നം ഉണ്ടാക്കിയത്. മിക്കവാറും ആ ഒരു പർട്ടിക്കുലർ പോയിന്റ് കൊണ്ട് കാണും, അതായിരിക്കും, അറിയത്തില്ല, തോന്നുന്നു. താങ്കൾ വിചാരിക്കുന്ന സൃഷ്ടാവ് എന്ന് പറയുന്നത് മായാവി കഥവിലെ മായാവിയെയും അല്ലെങ്കിൽ ഡിങ്കനെയും പോലെയുള്ള ആരെങ്കിലും അക്രമം ചെയ്യുമ്പോൾ വേഗം അവിടെ ഇടപെടുന്ന ഡിങ്കനെയോ മായാവിയോ പോലെയുള്ള ഒരു കഥാപാത്രമായി കൊണ്ടാണോ താങ്കൾ ഈ പറയുന്ന സൃഷ്ടാവിനെ മനസ്സിലാക്കുന്നത്? അത്രയും നിലവാരം കുറഞ്ഞ ഒരു കാഴ്ചപ്പാടിലാണോ താങ്കൾ ഉള്ളത്? അങ്ങനെയുള്ള ഒരു സൃഷ്ടാവായിരുന്നുവെങ്കിൽ, അഥവാ ഓരോ മനുഷ്യരും അക്രമം പ്രവർത്തിക്കുമ്പോൾ നേരിട്ട് ഇടപെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സൃഷ്ടാവായിരുന്നുവെങ്കിൽ നമ്മുടെ ഇവിടെയുള്ള ജീവിതം എങ്ങനെയായിരിക്കുമെന്ന് താങ്കളൊന്ന് ചിന്തിച്ചിട്ടുണ്ടോ? താങ്കൾ ഇപ്പോൾ വിഭാവനം ചെയ്യുന്നത് പോലെയുള്ള ഒരു സൃഷ്ടാവായിരുന്നുവെങ്കിൽ മനുഷ്യരുടെ ജീവിതം എങ്ങനെയായിരിക്കും മുന്നോട്ട് പോകുക എന്ന് താങ്കൾ ചിന്തിച്ചിട്ടുണ്ടോ? മനുഷ്യർക്ക് ഫ്രീഡം നൽകിയിരിക്കുകയാണ്. കൃത്യമായി ശരി തെറ്റുകൾ അവന്റെ മുന്നിൽ വ്യവച്ഛേദിച്ച് വച്ചിരിക്കുകയാണ്. നിനക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ശരിയിലൂടെ സഞ്ചരിക്കാം, നിനക്ക് ഇഷ്ടമുണ്ടെങ്കിൽ തെറ്റിലൂടെ സഞ്ചരിക്കാം, രണ്ടിനുമുള്ള സ്വാതന്ത്ര്യം നിനക്കുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് പൂർണ്ണ സ്വാതന്ത്ര്യം നമുക്ക് നൽകുകയും കൃത്യമായ കാര്യകാരണ ബന്ധങ്ങൾക്ക് അടിസ്ഥാനപ്പെടുത്തി ഈ പ്രപഞ്ചത്തെ സംവിധാനിക്കുകയും ചെയ്ത ആ മഹാശക്തി ഉണ്ടല്ലോ, ആ മഹാശക്തിക്കാണ് സർവ്വസ്തുതിയും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുകയാണ്. എല്ലാവർക്കും നമസ്കാരം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സന്തോഷ് ജോർജ് കുളങ്ങര പറയുന്നത് ഈ മതം അതുകൊണ്ടാണ്. അപ്പോൾ ആ ഒരു മതത്തെയും പുള്ളി സ്പെസിഫൈ ചെയ്ത് പറയുന്നില്ല, ഒരു മതത്തിൻ്റെ പുരോഹിതന്മാരെ സ്പെസിഫൈ ചെയ്ത് പറയുന്നില്ല, ആ ഒരു മതത്തിൻ്റെ ഒരു കാര്യങ്ങളും കണക്ട് ചെയ്യാതെ പുള്ളി പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഇതിനകത്ത് ചിലവരതിനെ ഭയങ്കര വൈകാരികമായ രീതിയിൽ അതിനെ കൊള്ളുന്നു. പുള്ളിയോട് ചോദിച്ചതിനുള്ള ഉത്തരമാണ് പറഞ്ഞിരിക്കുന്നത്. അവിടെ ആ പർട്ടിക്കുലർ ചില കട്ട്സ് മാത്രം എടുത്തിട്ട് പുള്ളിയെ ടോർച്ചർ ചെയ്യുമെന്ന് വെച്ചാൽ ഒരു ശരിയായ രീതിയല്ല. ഇതിൻ്റെ മൊത്തമായ ഇതാണ് നിങ്ങൾ ആദ്യം ലാസ്റ്റ് കേട്ടതാണ് അതിൻ്റെ ഫുള്ളായിട്ട് പുള്ളി പർട്ടിക്കുലർ കട്ട്സ് മാത്രം എടുത്താണ് അവർ ആദ്യം പ്രസൻറ്റ് ചെയ്തുകൊണ്ട് വന്നുകൊണ്ടിരുന്നത്. സത്യാവസ്ഥയിൽ മതം ഒരു വ്യക്തിയുടെ ഫ്രീഡമാണ്. എനിക്ക് ഇഷ്ടമുള്ളത് നമ്മുടെ രാജ്യത്ത് ഏത് മതത്തിൽ വേണമെങ്കിൽ നമുക്ക് ഇഷ്ടമാണ് ജീവിക്കുന്നതിന്, മതമില്ലാതെ ജീവിക്കാനുള്ള അവകാശമുണ്ട്. സന്തോഷ് ജോർജ് പറയുന്നത് ആരും മതം എടുക്കില്ലെന്ന് പറയുന്നില്ല. പുള്ളി പറയുന്നത് മതത്തിൻ്റെ പേരിലുണ്ടാകുന്ന പ്രശ്നങ്ങളാണ് പുള്ളി പറയുന്നത്. അത് വ്യക്തമായിട്ട് ആ വീഡിയോസ് നമുക്ക് കേൾക്കാം. മതത്തിൻ്റെ പേരിലുണ്ടാകുന്ന നമുക്കറിയാം ഈ ലോകത്ത് മുഴുവൻ നടക്കുന്ന പ്രശ്നങ്ങൾക്കും അടിസ്ഥാന ഘടകം എന്താ? നമ്മുടെ കോമൺ സെൻസ് അപ്ലൈ ചെയ്ത് മനസ്സിലാക്കി നോക്കി, മതം തന്നെയാണ്. ഇത്രയ്ക്കും 2024 നമ്മൾ ജീവിക്കുന്നത്. ഇപ്പോഴും പലരും ഈ പറയുന്ന മതത്തിൻ്റെ പേരിലാണ് രാജ്യത്തിൻ്റെ ലോകത്തിൻ്റെ പല ഭാഗത്തു നിന്ന് നടക്കുന്ന ഫൈറ്റുകൾ. ചിന്തിച്ചു നോക്കി, രാജ്യങ്ങൾ തമ്മിലുള്ള ഫൈറ്റ്, രാജ്യത്തിൻ്റെ അകത്ത് സ്റ്റേറ്റുകൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ, ഇതൊക്കെ ഒരു മതമാണ് ഇന്നത്തെ പ്രശ്നം. രാഷ്ട്രീയത്തിലെന്താ? രാഷ്ട്രീയം നടക്കുന്ന പോലും നമ്മുടെ രാജ്യത്ത് ഒന്ന് ആലോചിച്ച് നോക്കി, എന്താണ് അവിടെ? ഒരു വല്ലാത്ത രീതിയിലാണ് സംഗതി പോയിക്കൊണ്ടിരിക്കുന്നത്. അത് ലോകമെമ്പാടും ഇതൊക്കെ തന്നെയാണ്. അപ്പം അതിൽ നിന്ന് മാറി ചിന്തിക്കണം എന്നാണ് പുള്ളി പറയുന്നത്. സയൻസിൽ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുക. കാരണം കാലം ഇത്രയ്ക്ക് മുമ്പോട്ട് പോകുമ്പം നമ്മൾ പഠിച്ചിരിക്കുന്നത് എന്തിനാണ്? സയൻസ് ഇത്ര നമ്മൾ അല്ല, പിന്നെ നമ്മൾ സയൻസിൻ്റെ പുസ്തകമൊക്കെ മടക്കി വെച്ചിട്ട് നമ്മളെന്തിനാ പിള്ളേരെ സയൻസ് പഠിപ്പിക്കേണ്ട ആവശ്യമില്ലല്ലോ. മതം മാത്രമല്ല, എല്ലാ രാജ്യത്തും അവരുടെ മതങ്ങൾ മാത്രം പഠിപ്പിച്ചാൽ മതി. ഈ സയൻസ് പഠിപ്പിക്കേണ്ട ആവശ്യമില്ല. എന്തിനാ പഠിപ്പിച്ചിട്ടും തരാം? ഈ മുകളിൽ ശൂന്യാകാശത്തിലൊന്നും നമ്മൾ സാധനം വിടേണ്ട ആയില്ല, സാറ്റലൈറ്റൊന്നും വിടേണ്ട ആവശ്യമില്ല. ഇതുണ്ടല്ലോ, എന്നാൽ പിന്നെ ഹോസ്പിറ്റലിൽ പോകേണ്ട ആവശ്യമില്ല. നമ്മളാരും എന്തെങ്കിലും മെഡിസിൻ ട്രീറ്റ്മെൻറ്റ് എടുക്കേണ്ട ആവശ്യമില്ലല്ലോ, പ്രാർത്ഥിച്ചാൽ മതിയില്ല. എന്നാൽ പിന്നെ നമ്മൾ കോടതിയിലൊന്നും ആവശ്യമില്ലല്ലോ. നമ്മൾ പിന്നെ ദൈവത്തോട് പ്രാർത്ഥിച്ചാൽ മതി, ഒന്നേക്ക് ദൈവമേ, ദൈവത്തോട് പ്രാർത്ഥിച്ചാൽ മതി, ദൈവം താങ്കളെ ശിക്ഷിക്കൂ. ഈ കോടതിയൊന്നും ആവശ്യമില്ല. നമ്മൾ ചിന്തിക്കേണ്ട കാര്യം, നമ്മുടെ നാട്ടിൽ ഈ കോടതിയും പോലീസും ഒന്നുമില്ല. ന്യൂ ഇയർ ഡേയ്സിൽ പോലീസ് വൈകിട്ടാകുമ്പം ഓഫാ. നമുക്കറിയാം, പുറത്തോട്ടൊന്നും പെട്രോളിംഗ് ഒന്നും ഇറങ്ങില്ല. അന്ന് പോലും ഒരു ന്യൂ ഇയർ ദിവസം നേരം വെളുക്കുന്നവരെ പോലീസ് ഓഫ് എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ കിടക്കുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്? ജസ്റ്റ് ചിന്തിച്ചാൽ മതി. അത്രക്കിതാണ്. അന്ന് പിന്നെ ദൈവമില്ലേ, ദൈവം നമ്മളെ രക്ഷിച്ചോളെന്ന് പറഞ്ഞാൽ അതിൻ്റെ നമ്മുടെ വയനാട് എന്ന് പറയുന്ന സ്ഥലത്ത് നടന്ന ദുരന്തം ഓർത്താൽ മതി. എത്രയോ ജനങ്ങളാണ് മരിച്ചിരിക്കുന്നത്. കുഞ്ഞു കുട്ടികൾ, വലിയവരെ തൊട്ട് അവർ പാപം ചെയ്തിട്ടുണ്ടെന്ന് പറയാം. ഈ കുഞ്ഞു കുട്ടികൾ അവരെന്ത് പാപം ചെയ്തിട്ടാണ്? നമ്മൾ ചിന്തിച്ചു നോക്കിയേ, അവരൊക്കെ ആരോട് എന്ത് ദ്രോഹം ചെയ്തിട്ടാണ്? പുള്ളി പറയുന്നത് ന്യായമുണ്ട്. പുള്ളി ആരെയും അടിച്ചേൽപ്പിക്കുന്നതല്ല. പുള്ളിയോട് ചോദിച്ചുള്ള ഉത്തരം പുള്ളി പറയുന്നുള്ളൂ. പിന്നെ തെറ്റായ രീതിയിൽ അദ്ദേഹം പറഞ്ഞതിനെ വളച്ചൊടിച്ചു കഴിഞ്ഞാൽ, ഡിഫാമേഷൻ്റെ കേസിന് പോയി കഴിഞ്ഞാൽ, ഈ തെറ്റായ രീതിയിൽ വ്യാഖ്യാനിക്കുന്നവർ അദ്ദേഹം കേസിന് പോയി കഴിഞ്ഞാൽ സമാനം പറയേണ്ടി വരും. വെറുതെ എന്തിനാ ഇറന്നു വാങ്ങുന്ന വഴിയെ മുകളിൽ കൂടെ പോകുന്ന ഫ്ലൈറ്റിൽ ഏണി വെച്ച് കയറി പിടിച്ച് എടുക്കേണ്ട വല്ല ആവശ്യമുണ്ടോ? വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ, ടേക്ക് കെയർ.